ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ഒളിച്ചോട്ടത്തിനെ കുറിച്ചാണ്. അതായത് പ്രവാസികളുടെ ഭാര്യ ഇപ്പോൾ ഒളിച്ചോടുന്നത് ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ പ്രവാസിയുടെ കഥ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ പുള്ളിക്കാരൻ ചെയ്ത് വലിയൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ കുടുംബം പട്ടിണിയായി കിടന്ന സമയത്ത്, അതായത് പുള്ളിക്കാരൻ്റെ കുടുംബം രക്ഷിക്കാനായി, ഫിനാൻഷ്യലി കുടുംബം രക്ഷിക്കാനായിട്ട് പുള്ളിക്കാരൻ സൗദിയിലൂടെ കയറിപ്പോയി. അതായത് ഭാര്യനെയും മക്കളെയൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആകാൻ വേണ്ടി പുള്ളിക്കാരൻ സൗദി കയറിപ്പോയി. എന്നിട്ട് അവിടുന്ന് മാസം ഇവർക്കൊക്കെ കറക്റ്റ് സമയത്ത് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന്. അതാണ് പുള്ളിക്കാരൻ ചെയ്ത തെറ്റ്. അതായത് പുള്ളിക്കാരൻ 4 വർഷം അടുപ്പിച്ച് ഇതേപോലെ സൗദിയിൽ പോയി കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നതാണ്. അതിനുശേഷം വീണ്ടും ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ കുടുംബത്തിനെ ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ വീണ്ടും സൗദിയിലോട്ട് കയറിപ്പോയത്. അതായത് കുടുംബത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ പുള്ളിക്കാരനാണ് ഈ പരിപാടി കൊടുത്തത്. ഒളിച്ചോടി. ആ ഒളിച്ചോടി ഇതാരാന്നറിയാം? അത് തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിലെ ഒരാളുമായിട്ട്. ആ പുള്ളിക്കാരനോ, അതായത് ഒരു ഭാര്യയും 3 പിള്ളേരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇയാളുടെ ജീവിതം മാത്രമല്ല കുളവാക്കിയത്, ആ ഭാര്യയുടെ 3 പിള്ളേരുടെ ജീവിതം കൂടെയാണ് കുളവാക്കിയത്. അതായത് ഒളിച്ചോടി മാത്രമല്ല, 15 പവൻ സ്വർണവുമായിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സൗദിയിൽ നിന്ന്, അതായത് നാട്ടിലേക്ക് 21-ാം തീയതി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നാട്ടിലേക്ക് ഭാര്യയും മക്കളെയും കാണാനായിട്ട് ലീവിൽ വരാൻ നിൽക്കായിരുന്നു. അതായത് ലീവിൽ വരാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് ഭാര്യയും മക്കളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് നേരത്തെ നാട്ടിൽ വന്നിട്ട് പരാതി കൊടുക്കുന്ന സമയത്ത് അറിയാൻ പറ്റിയത്. അതായത് ഭാര്യയും ഇതും ഒളിച്ചോടി. പക്ഷേ സ്റ്റേറ്റ് വിട്ട് പോയിട്ടില്ല, കേരളത്തിൽ തന്നെയുണ്ട്. ഒളിച്ചോടി, പക്ഷേ ഇതേപോലെ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ തന്നെ ഉണ്ട്. അവരെയും വഴിയാധാരമാക്കി, ഇവരെയും വഴിയാധാരമാക്കി. അതായത് ഈ പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുള്ളിക്കാരൻ്റെ മോനെയെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കണം. പുള്ളിക്കാരൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 6 രൂപ വേണമെങ്കിലും പൊക്കോ, പക്ഷേ എൻ്റെ മോനെ എനിക്ക് വേണം. ഈ സിമിലർ കേസാണ് മറ്റേ നമ്മുടെ ബസ് കണ്ടക്ടറിൻ്റെ ഇതിൽ നടന്നത്. അതിനകത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ നാട്ടിലായിരുന്നു, പുള്ളിക്കാരി ഖത്തറിലായിരുന്നു. ഖത്തറിൽ വെച്ചിട്ട് അവർ ലിവിങ് ടുഗെദറിൽ ഇതേപോലെ ഒരാളായിട്ട് ഇഷ്ടത്തിലായി. അതിനുശേഷം പുള്ളിക്കാരി അവനുമായിട്ട് ലിവിങ് റിലേഷനിലായി. അതിനുശേഷം പുള്ളിക്കാരിയുടെ മോനെ ഇതേപോലെ ബലമായിട്ട് അതായത് കോടതിയുടെ ഉത്തരവ് പ്രകാരം തട്ടിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് ആ പുള്ളിക്കാരൻ ജീവനെടുക്കാനുള്ള കാരണം. അത് നമ്മളെല്ലാം കണ്ടുള്ള ഫേമസ് ആയിട്ടുള്ള ന്യൂസുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും നല്ലൊരു ശിക്ഷ, പണിഷ്മെൻറ്റ് തന്നെ കൊടുക്കണം. അതായത് ഇനി ഈ പുള്ളിക്കാരി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുക, അതിലിപ്പോൾ പുള്ളിക്കാരി ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് ഇനി ആൽമണി ചോദിക്കും. അതായത് എനിക്ക് ഇത്രയും രൂപ വേണം, ഇത്രയും ഇത് നഷ്ടപരിഹാരമായിട്ട് ഇത്രയും വേണമെന്ന് ചോദിക്കും. കോടതി അത് കൊടുക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ചീറ്റ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഭാര്യയാണ്, അത് ആണാണെങ്കിലോ പെണ്ണായിക്കോട്ടെ. ആണ് ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് കോമ്പൻസേഷൻ, പെണ്ണ് ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കൊടുക്കണം. അല്ലാണ്ട് ഇത് വൺ സൈഡ്, അത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊരു ഇത് കൊടുത്തു, നിയമത്തിലൊരു ഇതുണ്ടെന്ന് വെച്ചിട്ട് ചെയ്യുന്നത് എല്ലാം ഇത് ചെയ്തിട്ട് എല്ലാവർക്കും അവർക്ക് പോസിറ്റീവായിട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യം തന്നെ. പിന്നെ 18 വയസ്സ് താഴെയായിട്ടുള്ള കൊച്ചുങ്ങൾ അമ്മയുടെ കൂടെയാണ് വിടുന്നത് സാധാരണ. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഒരു ഒപ്പീനിയൻ കൂടെ എടുക്കണം. അത് ആ കൊച്ചിന് ആരുടെ കൂടെ ജീവിക്കേണ്ടതെന്നും കൂടെ ചോദിക്കണം. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. ഇതേപോലത്തെ ഒരു സിമിലർ കേസായിരുന്നു പണ്ടും നടന്നത്. അതായത് ആദ്യത്തെ ഭർത്താവിനുണ്ടായ കൊച്ചുമായിട്ട് രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ പോയി, അതിനുശേഷം ആ ഭർത്താവും ഭാര്യയും കൂടെ ചേർത്ത് ആ കൊച്ചിനെ കൊന്നു. അത് ഓർമ്മയുണ്ടല്ലോ, ആ കേസും ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ്. അതേപോലത്തെ ഇൻസിഡൻ്റ് ആയിരിക്കും ഈ കൊച്ചിൻ്റെയൊക്കെ അവസ്ഥയും അതുപോലെ തന്നെ ആയിരിക്കും. അത് സ്വന്തം അച്ഛൻ്റെ അത്രയും വില വരുമോ രണ്ടാം അച്ഛനത്? ഇയാളുടെ 3 പിള്ളേരെ ഉപേക്ഷിച്ചാണ് ഈ കൊച്ചിനും കൂടെ നോക്കാൻ നിൽക്കുന്നത്. ഇയാൾ നോക്കുമോ? അല്ല, ബുദ്ധിയുള്ള ആർക്കാനും മനസ്സിലായി. ഈ പുള്ളിക്കാരിക്ക് ഒരു പെർട്ടിക്കുലർ ഒരു കാമത്തിൻ്റെ പുറത്ത് പോയി, അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവും അത് തെറ്റായെന്ന് മനസ്സിലാവും. അപ്പോഴേക്കും വളരെ ലേറ്റ് ആവും. എന്തായാലും മറ്റേ പുള്ളിക്കാരൻ്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാനൊരു 7 സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. എന്നൊക്കെ ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. പുള്ളിക്കാരി വേണ്ട, ഇനി പുള്ളിക്കാരന് ആവശ്യമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മോനെ എങ്കിലും കിട്ടണം. അത് ഈ സിമിലർ ഇൻസിഡൻ്റ് ആയിരുന്നു മറ്റേ ബസ് കണ്ടക്ടറിന് സംഭവിച്ച ആ പാവത്തിന്. ആ പുള്ളിക്കാരൻ അത്ര നാൾ ജീവിച്ചത് വേണ്ടിയിട്ട് ആ മകന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സങ്കടപ്രകാരം ആ മകനെയും കൊണ്ടാണ് പുള്ളിക്കാരി പോയത്. എന്ത് പറയാനാ? അതായത് ഈ പുള്ളിക്കാരൻ ചെയ്ത തെറ്റെന്താ അതെന്ന് പറഞ്ഞാൽ, അതായത് ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തോ, അതായത് ഈ പുള്ളിക്കാരൻ ഇവർക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ 4 വർഷം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് വന്നാൽ അതിനുശേഷം വീണ്ടും ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും വീണ്ടും കയറി പോയതാ. അപ്പോൾ ഈ മാസം പൈസ അയച്ചു കൊടുക്കുന്നതോ, അത് ഈ കുടുംബത്തിന് വേണ്ടി നോക്കുന്നത്, കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നത്, ഇതൊക്കെയാണ് തെറ്റ്. എനിക്ക് ഈ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല.
അതായത് പുള്ളിക്കാരിക്ക് ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഇറങ്ങി. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലായത് പുള്ളിക്കാരി എന്ത് കണ്ടിട്ടാണ് ഇയാളുടെ കൂടെ ഇറങ്ങി, ആ മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അയാളുടെ സ്വന്തം ഭാര്യയും 3 പിള്ളേരെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പുള്ളിക്കാരുടെ പുറത്ത് നടന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് എന്തുമാത്രം വില ഉണ്ടാവും? അവനാണ് ഭൂലോക ഫ്രോഡും. സ്വന്തം ഭാര്യയും 3 പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് എന്നുവെച്ചാൽ ആ പുള്ളിക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ആ 3 പിള്ളേരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസമുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ ഏകദേശം 8 വർഷത്തോളം ഞാനങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. അടുത്തന്നായിരുന്നു. പിന്നെ കുറച്ച് സാമ്പത്തിക വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം നല്ല കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തില് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത്. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. എനിക്ക് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഈ പുള്ളിക്കാരൻ ചെയ്തതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അറിയോ? പുള്ളിക്കാരൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് സൗദി പോയി. അതാണ് പുള്ളിക്കാരൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതേപോലത്തെ പാവങ്ങൾക്കാണ് എല്ലാം ഇതേപോലത്തെ പെണ്ണുങ്ങളെ കിട്ടുന്നത്. എന്ത് പറയാനാ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുള്ളിക്കാരന് നമുക്കറിയാം, അതായത് ഈ പുള്ളിക്കാരന് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതായത് കൊച്ചി 18 വയസ്സ് താഴെയുള്ള പിള്ളേരെയൊക്കെ എന്തായാലും അമ്മയുടെ കൂടെ വിടത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ സെയിം ഇൻസിഡൻ്റ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കോടതിയിൽ പോയി കേസ് നടത്തിയാൽ തന്നെ ഈ പുള്ളിക്കാരനായിരിക്കും ഇനി കുറ്റക്കാരനായിട്ട് വരാൻ പോകുന്നത്. അതാണ് ഈ സംഭവം, അതാണ് നമ്മുടെ ലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മെൻസ് കമ്മീഷൻ, ഈ ഒരു കാര്യത്തിലൊക്കെയാണ് മെൻസ് കമ്മീഷൻ ഇടപെട്ട് അയാൾക്ക് വേണ്ട ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വാക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിയതാണെന്ന്. ഈ പോസ്റ്റ് ഞാൻ കുറെ നാളുകളായി കാണാൻ സാധിക്കുന്നു. ഈ സ്ത്രീ ഏകദേശം 16-ാം തീയതി മുതലേ ഈ പോസ്റ്റ് കാണുന്നുണ്ട്. ഈ കുട്ടിയെയും ഈ സ്ത്രീയെയും കാണുവാനുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാൻ വിജയിച്ചതാണ് ഈ സ്ത്രീ ഒളിച്ചോടി പോയതാണ് എന്നുള്ളത്. ഈ ഒളിച്ചോടി പോയ ഭാര്യയെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. മുമ്പ് ഇവളും ഒളിച്ചോടി പോയ ഒരു സ്ത്രീയായിരുന്നു. അവസാനം ഡ്രഗ് കേസിലും പല കേസുകളിലും പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെ നിങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ പല ആളുകളും ഒളിച്ചോടി പോയ ഈ മക്കളെയും മകനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല കേസുകളും ഡ്രഗ് കേസുകളും പല ലോഡ്ജുകളിലും ഈ മക്കളെയും കൂട്ടിയിട്ട് ഇവന്മാർ പോകും. അവസാനം ഇവരൊക്കെ ഗതി നിങ്ങൾക്കറിയാലോ, ലഹരി കേസിലൊക്കെ പിടിക്കപ്പെട്ട് ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ പിച്ചെടുക്കുകയോ ഇതല്ലാതെ വേറൊരു ഗതി വരില്ല. അതുകൊണ്ട് ഒളിച്ചോടി പോയ ഭാര്യയെ പറ്റിയിട്ട് പിന്നെ അവസാനം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ നിയമപരമായിട്ട് കാര്യങ്ങൾ നേരിടുക. കാരണം അവൾക്ക് ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീടും സ്ഥലവും, കാരണം നിങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും നിങ്ങൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരെ നിയമപരമായിട്ട് നേരിടും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. മാത്രമല്ല ഈ 13 പവനും ഏകദേശം ഡ്രസ്സും ഒക്കെ എടുത്തിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും, അവരുടെ വോയിസിനും സംസാരത്തിനും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവരുടെ കുടുംബക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ പുള്ളിക്കാരന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോ, അത് വേറെ ആരെങ്കിലും പേര് മാറ്റിക്കോ, അതായത് ഏറ്റവും നല്ലൊരു ഐഡിയ. ഇല്ലെങ്കിൽ അതും കൂടെ പോകും. ഈ പുള്ളിക്കാരി എന്ത് കണ്ടിട്ടാണ് മറ്റേയാളുടെ കൂടെ പോയെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് 3 മക്കളെ ഉപേക്ഷിച്ചിട്ട് വന്ന ഒരുത്തൻ, അതായത് അവൻ ഈ പുള്ളിക്കാരിക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവനും പറയും നീയും നിന്റെ കെട്ടിയവനെ ഉപേക്ഷിച്ചിട്ടല്ലേ വന്നെന്ന് അവൻ തന്നെ ചോദിക്കും. അപ്പോൾ ആ സോക്കേടങ്ങ് മാറും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക്, അതായത് ഇതേപോലെ കാണിക്കുന്നത് പരിപാടി കാണിക്കുന്നത് പ്രവാസികളുടെ ഇതേപോലെയുള്ള ഭാര്യമാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഏതായിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ നല്ല ശിക്ഷ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പൻസേഷൻ, നല്ലൊരു കോമ്പൻസേഷൻ പുള്ളിക്കാരന് കൊടുക്കണം. എന്നിട്ട് ആ കൊച്ചിനെ അങ്ങോട്ട് വിട്ടു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമപ്രകാരം ഇനി കൊച്ചിനെ അമ്മയുടെ കൂടെ ആയിരിക്കും വിടുന്നത്. അതെന്തായാലും നമുക്കറിയാവുന്ന കാര്യമാണ്. അത് എത്ര ഇതാണെങ്കിലും അമ്മയുടെ കൂടെ വിടത്തുള്ളൂ. പിന്നെ 18 വയസ്സായി കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചിന് തീരുമാനിക്കാം എവിടെ ജീവിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം.